ഒടുവിൽ പാകിസ്ഥാൻ അത് സമ്മതിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ തങ്ങൾക്കുണ്ടായ കാഷ്വാലിറ്റികൾ പാകിസ്ഥാൻ ഇപ്പോൾ ശരിവച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വിഷ്വലുണ്ട്. അതിൽ പാകിസ്ഥാനിൽ ഷഹബാസ് ഷെരീഫ് അവിടെയുള്ള ഒരു പട്ടാളക്കാരന് ഒരു മെഡൽ ചാർത്തി കൊടുക്കുന്നു. എന്നിട്ട് അവിടെയുള്ള പാർലമെന്റിലെ ജനങ്ങളോട് പറയുന്നത് ഇദ്ദേഹമാണ് ഇന്ത്യയുടെ S-400 തകർത്തതെന്ന്. എങ്ങനെയാണ് ഒരു കള്ളം 100 തവണ പറഞ്ഞത് സത്യമാക്കുന്നത് എന്ന പാകിസ്ഥാൻ്റെ രീതികളെ ഇത് ഒരു ഉത്തമമായിട്ടുള്ള ഒരു മാതൃകയാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കനത്ത നാശനഷ്ടം സംഭവിച്ചു എന്ന് തന്നെയാണ്. ഇന്ത്യയുടെ സൈനിക ആക്രമണത്തിൽ 13 പാക് സൈനികർ ഉൾപ്പെടെ 50-ലധികം പേർക്ക് ജീവൻ നഷ്ടമായതായി പാകിസ്ഥാൻ അധികൃതർ സമ്മതിച്ചതായിട്ടാണ് ഇപ്പോൾ CNN ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിന് ശേഷം 3 മാസം കഴിഞ്ഞാണ് ഒടുവിൽ പാകിസ്ഥാൻ തങ്ങൾക്ക് സംഭവിച്ച നഷ്ടം സമ്മതിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ബോളാരി വ്യോമത്താവള ആക്രമണത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. നൂർഖാൻ, സർഗോദ, ജേക്കാബാദ്, ബോളാരി, ഷോർക്കോട്ട് എന്നിവിടങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും പാകിസ്ഥാൻ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. മെയ് 7 നടത്തിയ ആക്രമണത്തിൽ 100-ലധികം തീവ്രവാദികളെ വധിച്ചതായും പ്രധാന തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചതായും കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ നൂർഖാൻ വ്യോമത്താവളത്തിൽ അമേരിക്കൻ സാങ്കേതിക വിദഗ്ധർക്ക് പരിക്കേറ്റതായിട്ടും റിപ്പോർട്ടുണ്ട്. പാകിസ്ഥാൻ പ്രസിഡന്റ് ഹൗസിൽ നടന്ന വാർഷിക അവാർഡ് ദാന ചടങ്ങിനിടെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. ഓഗസ്റ്റ് 14 രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പ്രസിഡന്റ് ഹൗസിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് മരണാനന്തര ബഹുമതിയും സമ്മാനിച്ചതായി നമുക്കെല്ലാവർക്കും കൃത്യമായി അറിയാം. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ CNN ന്യൂസ് 18 റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടം തങ്ങളുടെ സൈനികർക്കും മറ്റുള്ള ഭാഗത്തു നിന്നും ഉണ്ടായി. അമേരിക്കൻ പട്ടാളക്കാർക്കും അവിടെ നഷ്ടം സംഭവിച്ചു. പിന്നെ പോരാത്തതിന് ഭീകരവാദികൾ എത്ര എണ്ണം ചത്തിട്ടുണ്ടെന്ന് മാത്രം പാകിസ്ഥാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.